ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപൻ സ്വാമിയുടെ സമാധി കോടതിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതോ കുടുംബത്തിനാണോ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ചോദിച്ചു നോക്കാം. മനസ്സിലായില്ല ഒന്നുകൂടി. എടാ, ഗോപൻ സ്വാമി സമാധിയായ ഒരു സംഭവം അറിഞ്ഞു. ഓക്കെ, അതിനകത്ത് കുടുംബത്തിനൊപ്പം നിൽക്കുന്നോ കോടതിനൊപ്പം നിൽക്കുന്നു? ആരെ കൂടെ നിന്നാലാണ് ആൾക്ക് കാര്യം? അതല്ല, ആർക്കും കാര്യമൊന്നുമില്ല ഇവിടെ. നിന്റെ ഒരു അഭിപ്രായം പറയാന്ന് മാത്രമേ ഉള്ളൂ. അഭിപ്രായം സമാധി ആയല്ലോ, കുടുംബത്തിനോട് നിൽക്കാം. കുടുംബത്തിനോട് നിൽക്കാം. ഓക്കെ, എന്താ കാര്യം പറ, എന്താ കാരണം? കാര്യം എന്ന് പറയാൻ മാത്രം ഒന്നും കാര്യങ്ങളൊന്നുമില്ല. കുടുംബം നല്ലത്. കുടുംബമാണ് നല്ലത്. സംഭവം പറഞ്ഞായിരുന്നു എന്ത് സംഭവം ഒന്ന് വിശദീകരിക്കുവോ? എടാ, മറ്റേ അവര് ഒരാളെ കൊണ്ടിട്ട് ജീവനോടെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടു അവര് പറയുന്നു, കോടതി പറയുന്നു, കുടുംബം പറയുന്ന സമ്മാനം. അതെ, അപ്പൊ ഞാൻ വെക്ക് പറയാനുള്ളത്, ആരെ കുഴിച്ചിട്ടാ ഓന് തിരിച്ചു കുഴിച്ചിടണം. എന്തേ, നല്ലൊരു അഭിപ്രായമാണ്. കർമ്മൈസ് ബൂമറാൻ. എവിടുന്ന് വരുന്നേ? ഞാൻ കൊച്ചി തന്നെ. കൊച്ചി തന്നെയാണോ? ഓക്കെ, സ്ഥലം പ്രോപ്പറായിട്ട് ഇവിടെ തന്നെ. കൊച്ചി സ്ലാങ്ങല്ലോ. വേറെ പാലക്കാട് ഇട്ടു പറഞ്ഞേ. നീ പാലക്കാട് വരണം പറഞ്ഞു. ഇതിനെ പറ്റി പറഞ്ഞു. എന്താണെന്ന് എനിക്കെന്താ അറിയണ്ടേ? അന്റെ ഗോപൻ സ്വാമിന്റെ സംഭവം പറഞ്ഞു, അതറിഞ്ഞായിരുന്നു? ആരീ ഗോപൻ സ്വാമി? എടാ, നീ അറിഞ്ഞിട്ടില്ലേ സംഭവം? എനിക്കറിയില്ല. അടിപൊളി. ഇപ്പൊ കേരളത്തില് ഭയങ്കര വിഷയം നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര സംഭവം നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. മറ്റേ ഗോപൻ സ്വാമി സമാധിയായ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് കുടുംബത്തിനൊപ്പം നിൽക്കുന്നു അതോ കോടതിനൊപ്പം നിൽക്കുന്നു? ഇതാണ് എന്ത് വേണേലും പറയാം, നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞോ. പറ, എന്ത് അഭിപ്രായം വേണേലും പറയാം. കോടതിന്റെ ഒപ്പം നിൽക്കുന്നേ. ഓക്കെ, എന്തുകൊണ്ടാ? ഈ കാരണങ്ങളൊന്നും ഇല്ല. ഓക്കെ, താങ്ക് യു. സ്വാമി സമാധിയാക്കിയ സർ ട്രൈ നോക്കടാ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഗോപൻ സ്വാമി സമാധിയായ കേസ് നീ അറിഞ്ഞില്ലായിരുന്നു? ഗോപൻ സ്വാമി അറിഞ്ഞിട്ടില്ലേ? പറയുന്നില്ല എന്തിട്ട്? കോടതിനെ പോലെ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരുപാട് സമാധികൾ ഉണ്ടാവുമല്ലോ ഇനി. ഒരുപാട് സമാധികൾ ഇനിയും ഇവിടെ പിന്നെ നിയമം ഇല്ലാണ്ടായി പോവില്ലേ? എല്ലാവർക്കും അങ്ങനെ സമാധിയാക്കിയാൽ പോരെ. സുഖമില്ലാത്ത കാരണന്മാരെ കൊണ്ടുപോയി വരുമ്പോ അവസ്ഥയിലോട്ടല്ലേ വന്നേക്കണേ ഇപ്പൊ. ശരിക്കും ഇല്ലേ? അതെ, ശരിക്കും ഒരു കറക്റ്റ് ഒരു തീരുമാനം. ഇപ്പോഴത്തെ തീരുമാനമാണ് കറക്റ്റ്. ഇത്രയും കൂടി നേരത്തെ ചെയ്യേണ്ടായിരുന്നു. അന്ന് തന്നെ അത് അവരെ പിന്തിരിയാൻ പാടില്ലായിരുന്നു. ഫസ്റ്റ് ടൈം തന്നെ ചെയ്യേണ്ടായിരുന്നു. ഒരു ധൈര്യം കൊടുക്കരുതായിരുന്നു. പിന്നെ ബാക്കോട്ട് പോയിട്ടാണ് ചെയ്തത്. ഞാൻ കോടതിന്റെ ഒപ്പം നിൽക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങളെ സംസാരം ടോക്കൊരു ഇതില്ല. കാരണം പെണ്ണുങ്ങൾ പറയുന്നത് നിങ്ങൾ ചോദിക്കുക, ഞാൻ ഉത്തരം പറയാം. ഒരു ന്യൂസ് റിപ്പോർട്ട് ചോദിക്കുമ്പോ അവര് വേറെന്തോ ഉത്തരം പറയും. ഒരു ലോജിക്കില്ലാത്തൊരു കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഒരു മനുഷ്യനെ എന്താ പറയാ, മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന് എന്തിനാ ഗുളിക കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായി. മരുന്ന് കൊടുത്ത് എന്തിനാ മനസ്സിലാവുന്നത്? ബിപിനെല്ലാം മരുന്ന് കൊടുത്തു. അതെനിക്ക് ഇപ്പോഴും മനസ്സിലായി. മരിക്കുന്ന ആളുകൾ മരുന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെന്ന് പറഞ്ഞാല് ഈ കഞ്ഞി കുടിച്ച് ഒരു എന്താ സാമി എന്നെല്ലാം പറയുമ്പോ ഞാൻ കണ്ടെടുത്തോളം, ഞാന് മലബാർ ഏരിയ ഒരു സാമി തന്നെ നല്ലൊരു മനുഷ്യനാണ്. എല്ലാ മതക്കാരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നതാണ്. ഞാനൊരു മുസ്ലിമാണ്. പക്ഷെ എന്നെ പഠിപ്പിച്ച മതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ കാണുന്നത്. അതേപോലെ തന്നെ എന്റെ നാട്ടിലെ സാമ്യവരും എല്ലാവരോടും ഒരേപോലെ. പക്ഷെ ഇവര് പറയുന്നത് മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അത് ഒരു തീരെ ഒരു അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. അധിക്ഷേപിച്ചു പറയാ. അതില് ഒരു വക്കീല് ചോദിക്കുന്നത് ഒരു അന്യമതസ്ഥനാണ്. വക്കീല് കാര്യം പറഞ്ഞത് അതില് പറയുന്നത് മുസ്ലിങ്ങൾ അങ്ങനെ ഇങ്ങനെയാണ്. മുസ്ലിങ്ങളല്ല ചോദിക്കാൻ പോയത്, വേറെ മതത്തിൽപ്പെട്ട ഒരു ചെങ്ങയാണ് പോയി ചോദിച്ചത്. അതന്നെ നമ്മള് പോയി ചോദിച്ച മുസ്ലിങ്ങൾ ആരും പോയി ചോദിച്ചിട്ടില്ല. എന്നിട്ട് കളക്ടർ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ട് അവരതിന് സമ്മതിക്കുന്നില്ല. എനിക്ക് ഇതിനോട് ഒരു സംഭവം പിന്നെന്ന് പറഞ്ഞാല് ഇവര് ഇറങ്ങി പോവാണോ, മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. സ്വന്തം അച്ഛനെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അത് ശരിക്കൊന്ന് പൊളിഞ്ഞു പോയി. മരിച്ചാള് ശരിക്കും പിന്നെ ഇവര് ദഹിപ്പിക്കാണ്ട് ഇങ്ങനെ കുഴിച്ചു മൂടുന്നതില് ഞാൻ യോജിക്കുന്നില്ല. അവരുടേതായ ഒരു ആചാരം, ആചാരത്തിന് എതിരായിട്ടാണ് അവര് നടന്നത്.
ഓക്കെ ഓക്കെ താങ്ക് യു. ഇതെന്താണ് ഇൻഡോസിനൊക്കെ തരുന്നത്? ക്വസ്റ്റ്യൻ പറയും. നമ്മളെ ഗോപൻ സ്വാമി സമാധി ആക്കിയില്ല, അതിനകത്ത് കുടുംബത്തിനൊപ്പം നിൽക്കുന്ന കോടതിനൊപ്പം നിൽക്കുന്നു, എന്തുകൊണ്ട് അറിഞ്ഞാണ് സംഭവം? അത് ഞാൻ കോടതിനൊപ്പം അതെന്താ? സോ അതെന്താ ആൾക്കാരൊന്നും അറിയിക്കാതെ മരിച്ചോ ഇല്ലയോന്ന് അറിയാതെ എന്തിനു വേണ്ടി കൊണ്ട് കുഴിച്ചിട്ട്. ഇന്നലെ ആ സംഭവം പറഞ്ഞു, എന്റെ ഉമ്മ പറഞ്ഞു തന്നതാ. ഞാൻ എന്റെ ഉമ്മയോട് ചോദിച്ചു ഇതെന്താ സംഭവം ചേട്ടൻ, ഉമ്മ പറഞ്ഞു അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ കേട്ടപ്പോ കോടതിയോടൊപ്പം നിക്കാനും അല്ലേ? എന്താ പറയാ, ഒരാള് മരിച്ചു, അതിനെ കുറിച്ച് എന്താ മീൻസ് കുടുംബക്കാര് പറയുന്നത് അതിപ്പോ അവര് തന്നെ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. കോടതിന്റെ ഒപ്പം നിൽക്കുന്നു. കോടതിന്റെ ഒപ്പം അല്ല, അതിലൊരു സംശയം വന്നിട്ടല്ലോ. സമാധി ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് കോടതിന്റെ ഒപ്പം നിൽക്കുന്നോ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കുന്നോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. രണ്ടുപേർക്ക് ആർക്കും രണ്ടഭിപ്രായം എന്ത് വേണമെങ്കിലും പറയാം. മോൾ അറിഞ്ഞായിരുന്നോ? സംഭവം അറിഞ്ഞായിരുന്നോ? ഇല്ല, അറിഞ്ഞിട്ടില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു, എന്നാലും അഭിപ്രായം ഇല്ലേ? ഓക്കെ.